അല്ല എന്നാലും ഇപ്പോഴെങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ സീൻ ബിൽഡായി വരണേന്നുള്ളൂ ടിക്കറ്റ്. പക്ഷേ എങ്കിലും മുമ്പത്തെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാർ ബെറ്റർ ആണ്. ഈ പറഞ്ഞ പോലെ വരണവരൊക്കെ പറയുന്നത് ആദ്യമായിട്ടൊക്കെ കാണണം ഇങ്ങനെ ഒരു പരിപാടി ടിക്കറ്റ് എടുത്തിട്ട്, പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ള സാധനം പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് നമ്മുടെ മലയാളി ഓഡിയൻസിന് ചിന്തിക്കേണ്ട കാര്യം, ഞാൻ എന്തിനു ടിക്കറ്റ് എടുത്തൊരു തമാശ കാണുമ്പോൾ ഇഷ്ടം പോലെ ടി വിയിലുണ്ട്. ഒരു 7 മണി തുടങ്ങിയിട്ട് സ്കിറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് ഇത്ര ഉണ്ട്. പിന്നെ ഇൻസ്റ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്. ഇതും കഴിഞ്ഞ് എന്തിനാ സ്റ്റാൻഡ്? അതിപ്പോ മ്യൂസിക് കാരണം നമ്മള് യൂട്യൂബിൽ കാണുന്നതും ലൈവ് കാണുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. തിയേറ്ററിലാണെങ്കിലും നമ്മളൊരു തമാശ പടം തിയേറ്ററിൽ കാണാൻ ഭയങ്കര രസമാണ്. എല്ലാരും കൂടി ഇരുന്ന് ചിരിക്കുന്നതല്ലേ, ഒരു വൈബാണ് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാംഗ്ലൂർ വരുമ്പോഴത്തേക്ക് പോകണ്ട കേട്ടോ. ബാംഗ്ലൂർ എന്ന് കഴിഞ്ഞാൽ അവൻ അവിടുത്തെ ആക്റ്റീവാണ്. നിങ്ങൾക്ക് മെമ്പർ ആക്കാം. അവിടുത്തെ സ്ഥിരം വളരെ ആക്റ്റീവാണ്. ഇവൻ നല്ല ക്വിക്കായിട്ട് സാധനങ്ങൾ പറയണ പയ്യനാ. കോമഡി കൊമേഡിയനാണ് നമ്മുടെ കൂട്ടത്തിൽ. കൊച്ചി വരുമ്പോ തമാശ ഇനി ട്രിവാൻഡ്രത്ത് ഇറങ്ങുമ്പോൾ അങ്ങനെ പറയാം. നമ്മൾ രണ്ടുപേരും കാണാൻ ആള് കിട്ടാതെ പെർഫോം ഇവനെ വിളിച്ചിരുത്തു. താടി വീശം വളർത്തണം ഇറങ്ങേണ്ടി വരും.